പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃത വിചാരത്തിൽ ദശമസ്കന്ധ കഥകളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 90 അധ്യായത്തിൽ കൂടിയിട്ട് നിരോധം എന്ന പുരാണ ലക്ഷണം, എങ്ങനെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കാം, അവിടേക്ക് പോണത് തടയാം, വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലൊരു എളുപ്പവഴി ഉണ്ട്. സാധാരണക്കാർക്ക് എളുപ്പവഴി എന്താ? വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നതിന് തടസ്സം നിർത്താൻ ഒറ്റ വഴിയുള്ളൂ. ഈശ്വര കഥകൾ, ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുക. അത് വളരെ വേഗം നമുക്ക് തടയാൻ പറ്റും, പ്രയാസം കൂടാതെ. അങ്ങനെ വലിയൊരു യോഗാവസ്ഥയിലേക്ക് ഒരു സാധാരണക്കാരൻ ഉയരുക എന്ന മഹത്തായ കാര്യമാണ്. ചെറിയ കാര്യമല്ല ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാൻ തെറ്റിദ്ധരിക്കേണ്ട. കഥകൾ കേൾക്കുക, ഇപ്പം എന്താ പുരാണ കഥകൾ പലരും പറഞ്ഞുണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ, അതങ്ങനെയല്ല. അതൊരു യോഗയുടെ ഫലം ചെയ്യുന്നവരാണ്. ഒക്കെ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടില്ലാണ്ട് അവിടേക്ക് എത്തുകയാണ്, ഒരേ തലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ആ മനസ്സ് വിഷയത്തിലേക്ക് പോകുന്നത് തടയപ്പെട്ടാൽ, അതിൽ ഏകദേശം വിജയിച്ചാൽ അടുത്ത അവസ്ഥ എന്താ? അതാണ് മനസ്സിൻ്റെ മുക്താവസ്ഥ. ആത്മാവിൻ്റെ മുക്താവസ്ഥ നമുക്ക് അനുഭവിക്കാം. എല്ലാവരുടെ ആത്മാവും മുക്താവസ്ഥയിലാണ്. പക്ഷേ ചിലർക്കാണ് അത് അനുഭവഗോചരമാവണുള്ളൂ. അതറിഞ്ഞാലല്ലേ അനുഭവിക്കാൻ പറ്റൂ. നമ്മുടെ കയ്യിൽ നോട്ടും പൈസയുണ്ട്, പൈസയെ പറ്റി അറിവില്ല എന്ന് കൂട്ടുക. വാദിക്കാൻ വേണ്ടി നമ്മളൊരു ഉദാഹരണം എടുത്തു. ഒരു 100 ആളുടെ പോക്കറ്റിൽ 100 രൂപയുണ്ട്. പക്ഷേ 80 ആൾക്കും അത് അറിഞ്ഞില്ല. ഉറങ്ങണ സമയത്ത് ഒരാൾ ഇട്ട് കൊടുത്തു കൂട്ടുക, ഉദാഹരണത്തിന്. ഉറങ്ങണ സമയത്ത് ഇട്ട് കൊടുത്തു. 20 ആൾ അതെങ്ങനെയോ അറിഞ്ഞു. വെറുതെ എന്തിനോ പോക്കറ്റിൽ കൈയിട്ട് വാങ്ങാവാം. ബാക്കി 80 ആൾ അറിഞ്ഞില്ല. അപ്പോൾ 100 രൂപയുടെ ഒരു സാധനം വന്നാലോ, 300 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് കിട്ടണ പരമലാഭമായിട്ടുള്ളൊരു സംഗതി ആണെങ്കിലോ, ഈ 20 ആളിൽ വേണ്ടവരത് വാങ്ങും ഇല്ലേ? ബാക്കി 80 ആളോ, അയ്യോ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാറുണ്ടോ, കഷ്ടം, ഒരവസരമാണ് നഷ്ടപ്പെടുന്നത് എന്ന് വിചാരിച്ച് ദുഃഖിക്കും. പക്ഷെ അവരുടെ പോക്കറ്റിൽ പൈസയുണ്ട് ഇല്ലേ? അവരത് അറിഞ്ഞിട്ടില്ല. അവരാണ് അജ്ഞാനികൾ. ആത്മീയത്തിൽ അറിയാത്തവരെ അജ്ഞാനികൾ, അറിയുന്നവരെ ജ്ഞാനികൾ. രണ്ടു കൂട്ടരുടെ കയ്യിലും ഈശ്വരാംശമാകുന്ന അസറ്റ് ഉണ്ട്, ഈശ്വരാംശമാകുന്നതായ സമ്പത്ത് ഉണ്ട്. ജ്ഞാനികളായിട്ടുള്ള അറിയണവരതിനെ അനുഭവിച്ച് സുഖിക്കണം, അജ്ഞാനികളതിനെ അറിയാണ്ട് ദുഃഖിക്കണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ആ ജീവൻ്റെ മുക്താവസ്ഥ മനസ്സിലാക്കുകയാണ് അറിവ്. അതിനാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു സംഗതിയാണ് അറിവ്. BA, MA, MSc, BTech, MTech ഇതൊന്നും അല്ല അറിവ്. അത് വലിയൊരു തെറ്റിദ്ധാരണ. അറിവ് അയാൾ പഠിച്ച ആളാണ്. എന്താ അറിവ്? അതൊക്കെ ജീവിതത്തിന് വേണ്ടിയുള്ള ചില കൂട്ടിവെക്കൽ, അത്രയേ ഉള്ളൂ. പൈസ സമ്പാദിക്കണം, രത്നം സമ്പാദിക്കണം, സ്വർണം സമ്പാദിക്കണം, ക്വാളിഫിക്കേഷൻ കൂട്ടണം, ജോലി കിട്ടണം, കഴിഞ്ഞു കഥ. അതൊന്നും ജ്ഞാനത്തിൽ പെടുത്താൻ പറ്റില്ല. ജ്ഞാനം, വിജ്ഞാനം അതിൽ പെടുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ജീവിക്കാനുള്ള ഉപാധികൾ അത്ര തന്നെ. കൈക്കോട്ട് വേണം കളയ്ക്കാൻ, മടാൾ വേണം വെട്ടാൻ, പേന വേണം എഴുതാൻ, വിദ്യാഭ്യാസം വേണം ജോലിക്ക്, അത്രയേ ഉള്ളൂ. അത് ഈ ജ്ഞാനത്തിൽ അതിനെ പെടുത്താൻ പറ്റില്ല. ആ അറിവ് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പം അത് ഉണ്ടാക്കുക എന്നതാണ് ജീവൻ്റെ മുക്താവസ്ഥ അനുഭവിക്കാൻ വേണ്ടത്. ജീവൻ്റെ മുക്താവസ്ഥ അനുഭവിക്കാൻ, കയ്യിലുള്ള സൗഭാഗ്യം അനുഭവിക്കാൻ വേണ്ടത് എങ്ങനെ? സത്സംഗം കൊണ്ട്. ഇത് സത്സംഗമല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല. മഹാത്മാക്കളുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഈശ്വര മഹാത്മ്യവും ആത്മതത്വങ്ങളും കേൾക്കുക, ചിന്തിക്കുക, ക്രമേണ അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുക.
ഇതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ മുക്താവസ്ഥ അനുഭവപ്പെടുന്നതാണ്. ആത്മാവിൻ്റെ മുക്താവസ്ഥ അനുഭവപ്പെട്ടാൽ പിന്നെ ദുഃഖിക്കേണ്ട, ദുഃഖം ഉണ്ടാവില്ല. ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ ഈ ഒരു വിഷയം ആത്മാവിൻ്റെ മുക്താവസ്ഥ സത്സംഗം കൊണ്ട് മനസ്സിലാക്കാം. 2 സത്സംഗമാണ്. ഒന്ന് ഭാഗവത ധർമ്മം, പിന്നൊന്ന് ഭഗവാൻ ഉദ്ധവന് കൊടുക്കണ ഉപദേശവും. അപ്പം അതിന് പ്രസ്താവം ആയിട്ട് പറയണത് എന്താ വെച്ചാൽ, ആദ്യം വേണ്ടത് ഈ ലോകത്തിലുള്ളത് മുഴുവൻ നശിക്കുന്നതാണ് എന്നൊരു ബോധ്യം ഉണ്ടാവുക. അതുണ്ടായാൽ ഇതിനോട് നമുക്ക് വലിയൊരു ആസക്തി ഉണ്ടാവില്ല. എന്തുണ്ടായാലും നശിക്കും, പിന്നെ അപ്പം എന്തിനാ അതിനെ അധികം സ്നേഹിക്കണം? അത് കാണിക്കാൻ ആദ്യം ഭഗവാന്റെ ദ്വാരക നശിക്കുന്നതാണ് എന്ന ബോധ്യം, ആ ഒരു വൃത്താന്തം നമ്മളെ പറയും. നാം കുറേ വിചാരിച്ചിട്ടുണ്ട് ഈ ഏകാദശ സ്കന്ധത്തിൽ ശരിക്കും പറയാച്ചാൽ അടുത്ത അധ്യായം മുതൽക്കേ പറയണ്ടു, ഭാഗവത ധർമ്മം മുതൽക്കാണ് പറയേണ്ടത്. ഈ മുമ്പിൽ ഒരു അധ്യായം ദ്വാരകാനാശത്തിനെ കൊണ്ടച്ചു. ഈ ദ്വാരകയുടെ നാശം എപ്പോഴാണ് പറയണറിയോ? ഇതെല്ലാം കഴിഞ്ഞ് 29 അധ്യായത്തിന് ശേഷം 30-31 ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഈ നാശകാരണം അവിടെ തന്നെയല്ലേ വേണ്ട? ഇത് മാത്രം എന്തിനെ ആദ്യം കൊണ്ടുവച്ച്? അതിനൊരു കാരണമുണ്ട്. ലോകത്തിലുള്ളതൊക്കെ നശിക്കുന്നതാണ് എന്നൊരു ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാക്കാനാണത്രേ ഈ ഒരു ചെറിയ സ്വർഗാരോഹണ കഷ്ണം ആദ്യം വെച്ചത്. എന്നിട്ട് സ്വർഗാരോഹണം 30-31 കൊണ്ടുപോയി എത്ര അധ്യായത്തിലിടയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഇത് ആ കഷ്ണം അവിടെ തന്നെ ചേർക്കേണ്ടത്. കഥയുടെ ഗതി നോക്കുമ്പോൾ അവിടെ ഇല്ലേ വരേണ്ടത്. ഈ കഷ്ണം മാത്രം എന്തിനെ? എന്നിട്ട് പിന്നെ സത്സംഗമാണ്, പിന്നെ ദ്വാരകാനാശമേ അല്ല പറയുന്നത്. കാരണം പറഞ്ഞു വെച്ചിട്ട് വിഷയമായിട്ട് മാറ്റുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നാശം ഉള്ളതാണ് ഭഗവാന്റെ ദ്വാരകയടക്കം എന്നുണ്ടെങ്കിൽ പിന്നെയാണോ നമ്മൾ സമ്പാദിച്ച വസ്തുക്കളോ ബാക്കി കാര്യങ്ങളോ ഒക്കെ നശ്വരല്ലേ? ഭഗവാന്റെ ദ്വാരകയടക്കം ശാശ്വതമായില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലുണ്ടായതൊക്കെ നശിക്കും. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് നശിക്കും. ഉള്ളത് നശിക്കില്ല. ഉള്ളതൊന്നും ഉണ്ടായതല്ല, ഉണ്ടായതൊന്നും ഉള്ളതും അല്ല. എന്താ അത്? ഉള്ളത് സദാ ഉള്ളതാണ്. ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ദിവസം ഉണ്ടോ? നമുക്ക് പറയാൻ പറ്റും സൂര്യൻ എന്നാ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ എന്നാ ഉണ്ടായി പറയാൻ പറ്റില്ല. നമ്മളെന്നാ ഉണ്ടായി പറയാൻ പറ്റും. അപ്പം നമ്മളുണ്ടായതാണ്, ഈശ്വരൻ ഉണ്ടായതല്ല, ഉള്ളതാണ്, സദാ ഉള്ളതാണ്. അതിന് നാശമില്ല. അപ്പം ഉണ്ടായത് നശിക്കും, ഉള്ളത് നശിക്കില്ല. ഉള്ളതൊന്നും ഉണ്ടായതല്ല. ഈ അറിവ് ആദ്യമായിട്ട് നമുക്ക് പകരാനാണ് ദ്വാരകാനാശം ആദ്യം കൊണ്ടുവച്ചത്. വളരെ ശരിക്കുള്ള ഒരു രീതിയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ കാണാം. ഞാൻ ആ കഥയിലേക്കാണ്ട് കിടക്കുകയാണ്. വിശ്വാമിത്രൻ, അസിതൻ, കണ്ണൻ, ദുർവാസാവ്, ഭൃഗു, അങ്കിരസ് എന്നീ അത്യുഗ്ര തപസ്സികളാണ് അവർ, മഹർഷിമാർ ദ്വാരകയിൽ കുറച്ച് മംഗളകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അനുഷ്ഠിക്കാനിടയെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അതൊക്കെ കഴിപ്പിക്കും, നിലനിൽപ്പിനത് വേണമല്ലോ. അവർ മടങ്ങി പോവുകയാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ ഈ യാദവന്മാരുടെ കഷ്ടകാലം എന്നേ പറയണ്ടു. നാശത്തിന് ഓരോ കാരണം ഉണ്ടാവണമല്ലോ, ഒരു ഹേതു. ലങ്കടനാശത്തിന് എന്താ കാരണം ഉണ്ടായി? സീതാപഹരണം. അതുകൊണ്ടാണ് നാശം. അല്ലെങ്കിൽ ചിലപ്പോൾ ലങ്ക കുറച്ചും കൂടിയും കാലം നിലനിന്നു വരും. എന്തെങ്കിലും ഒരു കാരണം. ഇവിടെ ഇവർക്കൊരു ദുർബുദ്ധി തോന്നുകയാണ്. ഇവരൊക്കെ ത്രികാലജ്ഞരാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് പരീക്ഷിക്കുക. വിനാശകാലേ വിപരീത ബുദ്ധി. സാമ്പൻ ഇവരുടെ ഇടയിലൊരു യാദവൻ ഭഗവാന്റെ പുത്രൻ സ്ത്രീവേഷം കെട്ടിച്ചു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീവേഷം കെട്ടിച്ചു. കണ്ടാൽ ഗർഭിണിയാന്ന് തോന്നും. മേക്കപ്പൊക്കെ ഗെയിമാക്കിയിട്ട് ഇവരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. നിങ്ങൾ ത്രികാലജ്ഞാനികളാണെങ്കിൽ ഇവൾ ആൺകുട്ടിയെ പ്രസവിക്കുകയോ പെൺകുട്ടിയെ പ്രസവിക്കുകയോ എന്നൊന്ന് പറഞ്ഞു തരണം. ആദ്യ പ്രസംഗികൾ നമ്മളോടാണ് കളി. ദേഷ്യം വരില്ലാത്തവരാണവരൊക്കെ. വിശ്വാമിത്രൻ, അസിതൻ, കണ്ണൻ, ദുർവാസാവ് ചുണ്ടി ഉണ്ട് കേട്ടോ. ദേഷ്യം വന്നിട്ട് അവർ പറഞ്ഞു, മുസലം കൊല്ലു അയസ്മയം, മുസലം കുലനാശനം. 2 കാര്യമാണ് പറഞ്ഞത്. ഇരുമ്പിൻ്റെ ഒലയ്ക്ക പ്രസവിക്കും,
അതുകൊണ്ട് നിങ്ങളുടെ കുലം നശിക്കുകയും ചെയ്യും. ഒരു കാരണം ഉണ്ടാവണതേ. ശരിക്കും ഒരാച്ച വല്ല ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കി. ഒരാവശ്യമില്ലാത്ത സംഗതി ഉണ്ടാക്കി തീർത്തത്. മുസലങ്കല്ലയസ്മയം മുസലം കുലനാശനം. ഇരുമ്പിൻ്റെ മുസലം ഉണ്ടാവും. ആ മുസലം കൊണ്ട് നിങ്ങളുടെ കുലം നശിക്കുകയും ചെയ്യും. പണ്ട് ഗാന്ധാരി ശപിച്ചിട്ടുണ്ട് എന്നാണ്. അതും ഒരു കാരണമാവാം. ഇപ്പം ഇവിടെ പറയണില്ല. 100 പുത്രന്മാർ ദയനീയമായിട്ട് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. ദുഃഖിച്ചു കൃഷ്ണ. എൻ്റെ 100 ഉണ്ണികളെ കൃഷ്ണൻ യുദ്ധത്തിൽ കൊന്നതുകൊണ്ട് കൃഷ്ണനാണല്ലോ കാരണം. കൃഷ്ണൻ്റെ കുലം ഇതേപോലെ മുടിഞ്ഞു പോട്ടെ. ആ അമ്മയുടെ കണ്ണീര് വലിക്കാതിരിക്കാൻ പറ്റുമോ? മാതാവിൻ്റെ കണ്ണീരാണ്. ഒരു പുത്രനല്ല മരിച്ചിരിക്കണം. അതും ആവാം ഗാന്ധാരി ശാപം എന്ന് പറയപ്പെട്ടതിൻ്റെ കാരണം മഹർഷിമാർ പോയി ഈ മേക്കപ്പ് ചെയ്ത കൃത്രിമ വേഷം വരാണ്ട് അഴിച്ചു. അതിൻ്റെ ഉള്ളിലൊരു ഇരുമ്പോലയ്ക്ക എവിടുന്നേ വന്ന നിശ്ചല ഇവർ വെച്ചിട്ടില്ല. കാണപ്പെട്ടു. അത്ഭുതമായി. ഇവർക്ക് പേടിയായി. അതിൻ്റെ ഉള്ളിൽ ഇരുമ്പൊലയ്ക്ക വന്നാൽ തീർച്ചയാണ് അത് കാരണം മുനിമാർ ശപിച്ച നാശവും ഉണ്ടായേ തീരൂ. ആർക്കായാലും പരിഭ്രമം, പേടി, കുണ്ഠിതം ഉണ്ടാവും. ഈ നാശമൊക്കെ സംഭവിക്കുകയല്ലേ. ഇത്രയും വലിയ ഇതുകുലാണ് നശിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി, ചെറിയ നഷ്ടമാണോ വരാൻ പോകുന്നത്? ഇവർ ഉഗ്രസേനനെ വിവരറിയിച്ചൊന്ന് ഭരിക്കുന്നത് ഉഗ്രസേനനാണ്. പ്രായം കൂടിയ കൃഷ്ണനല്ല. ഉഗ്രസേനൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് കൃഷ്ണനൊക്കെ അതിലൊക്കെ സഹകരിക്കണമെന്ന് മാത്രം. എന്തായാലും വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു ശാപം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ മരിക്കും എന്ന് ഉറപ്പാണെങ്കിലും മരണം വരെ നോക്കണം. ആസ്പത്രിയിൽ പോയിട്ട് അല്ലേ? ഉറപ്പായിട്ട് മരണം ഉണ്ടാവുന്നുണ്ടെങ്കിലും അതുവരെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നത് കൃതാർത്ഥത വേണ്ടേ? ഒരു കാര്യം ചെയ്യുക. ഇരുമ്പോലയ്ക്ക സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് രാവി 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 പൊടിയാക്കുക. പിന്നെ അപ്പം അതുകൊണ്ടൊന്നും വരില്ലല്ലോ. അങ്ങനെയാവുമ്പോൾ സാധാരണ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇവരതേപോലെ ചെയ്തു. പക്ഷെ ചെറുതായിട്ടൊരു കഷ്ണം രാവാൻ കിട്ടിയില്ല. പിടിച്ച് പ്ലെയറിട്ട് പിടിച്ച് രാവുമൊക്കെ വേണ്ടേ? അത് കടലിലേക്ക് എറിഞ്ഞു. അതുകൊണ്ടൊന്നും വരെ ഈ കഷ്ണം കൊണ്ട് ഇപ്പം എന്തുണ്ടാവാനാ? ആ കഷ്ണത്തിനെ ഒരു മത്സ്യം വിഴുങ്ങി. അതിനെ ഒരു മുക്കുവം പിടിച്ചു. അതുകൊണ്ടൊരു അസ്ത്രം ഉണ്ടാക്കി. ആ അസ്ത്രമാണ് ഭഗവാന്റെ കാലിൽ തറയ്ക്കുന്നതും ദേഹത്യാഗം ഉണ്ടാകുന്നതും. ഇതെല്ലാം ഇനി 28 അധ്യായം കഴിഞ്ഞിട്ടാണ് പറയണം. ഇവിടെ പറയണില്ല. എല്ലാം നശിക്കണതാണ് എന്ന് ഒരു ബോധം ആദ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം സ്വർഗാരോഹണത്തിൻ്റെ ഒരു ആദ്യ ഭാഗം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യതാകർത്തും. ഇതിനെ അല്ലാണ്ടേക്കാൻ ഭഗവാന് കഴിയും. വിപ്രശാപം, ഈ വിപ്രശാപമല്ല, ഇതിൻ്റെ അപ്പുറത്തെ വിപ്രശാപം ഭഗവാന് വേണച്ചാൽ ഇല്ലാണ്ടേക്കാൻ പറ്റില്ലേ? പറ്റും. അന്യഥാകർത്തും, അന്യഥാ ചെയ്യാനായിക്കൊണ്ട്, ഇതിനെ ഇല്ലാണ്ടാക്കാനായിക്കൊണ്ട് കഴിയുമെങ്കിലും ന ഇച്ഛത്, അതിനെ ആഗ്രഹിച്ചില്ല, ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചില്ല. നടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. നശിക്കണം, അതിനൊരു കാരണം വേണം. നാശത്തിന് എന്താ കാരണം? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാരണം ഉണ്ടായി. പിന്നെ അപ്പോൾ അത് തടുക്കുമോ? ആഗ്രഹിച്ചൊരു സംഗതി വരുമ്പോൾ തടുക്കുമോ ആരെങ്കിലും? നന്നായി, എനിക്ക് പണി എളുപ്പമായി. കാലരൂപ്യന്നമോദത, കാലരൂപിയായിരിക്കുന്ന ഭഗവാൻ ഇതിനെല്ലാം ചിരിച്ച് അംഗീകരിച്ചു. നന്നായി, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന ഭാവേന യാതൊരു പരിഭ്രമവും ഇല്ലാണ്ട്. കാരണം താൻ നശിക്കില്ല, പിന്നെ ഈ ലോകത്തിലുള്ളതൊക്കെ നശിക്കുന്നത് എനിക്ക് എപ്പോഴും അറിയാം. ഒരു കാരണം കണ്ടാൽ എന്തിനാ അവർ ഭ്രമിക്കണം? യാതൊരു ആവശ്യമില്ല. കർത്തന്നേച്ചൽ വിപ്രശാപം കാലരൂപ്യന്നമോദത, കാലരൂപിയായിരിക്കുന്ന ഭഗവാൻ അതിനെ അംഗീകരിച്ചു എന്ന് പറയുകയാണ്. ഇനി അടുത്ത വിഷയത്തിലേക്കാണ്. എല്ലാം നശിക്കും, ഈ ലോകത്തിലുള്ളതൊക്കെ നശിക്കിച്ചാൽ എങ്കിൽ എന്താണ് നശിക്കാതെ കണ്ടുള്ളത്? അതറിയണമല്ലോ ബുദ്ധിയുള്ളവർ. എന്തെങ്കിലും നശിക്കാത്തതായിട്ടുണ്ടോ ഈ ലോകത്തിൽ?
അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് ആത്മാവ്. ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കാനോ അഗ്നിയിൽ കത്താനോ വായുവിനെ കൊണ്ട് ശോഷിപ്പിക്കാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ആ ആത്മസ്വരൂപമായിട്ട് നമ്മൾ മാറിയാൽ നാശത്തെക്കുറിച്ച് നമുക്ക് എന്ത് വേണ്ട? വ്യാകുലതയോ ആകാംക്ഷയോ വേണ്ട. അതിന് ആത്മാവ് എന്താണെന്നറിയണം, അതായി മാറുക എങ്ങനെയാണെന്നറിയണം, ഒക്കെ വേണം. കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ആത്മാവ് എന്താണെന്നറിയുക, അതിനോട് കൂടിയിട്ട് ഒന്നാവുക, ആത്മസ്വരൂപമായിട്ട് മാറുക. ഇതിനാണ് സത്സംഗം. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിശ്ചലതത്വം, ചലതത്തെ ജീവൻ മുക്തി എന്നാണ്. നിശ്ചലമായിരിക്കുന്ന തത്വമായിരിക്കുന്ന ആത്മാവിനെ, പരമമായിരിക്കുന്ന ആത്മാവിനെ അറിയുക എന്നതാണ് എല്ലാ സത്സംഗത്തിൻ്റെയും ലക്ഷ്യം. സത്സംഗം കൊണ്ടേ അത് സാധിക്കൂ. അങ്ങനെ സത്സംഗം കൊണ്ട് ആത്മതത്വത്തെ പ്രാപിച്ച രണ്ട് കാര്യം ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു. ഒന്ന് ഭാഗവത ധർമ്മം, പിന്നൊന്ന് ഉദ്ധവോപദേശം. ഉദ്ധവോപദേശം 5 അധ്യായം കഴിഞ്ഞിട്ടാണ് വരിക. 4 അധ്യായമാണ് ഭാഗവത ധർമ്മം. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് 1 അധ്യായം ഭാഗവത ധർമ്മം അല്ല, ബാക്കി 4 അധ്യായം ഭാഗവത ധർമ്മം. അത് കഴിഞ്ഞാൽ 28 വരേക്കുള്ള അധ്യായം, 24 അധ്യായം ഉണ്ട് മറ്റേത് കഴിച്ചാൽ. അതാണ് ഉദ്ധവോപദേശം. അപ്പം സംസാരത്തിൽ വന്നുപെട്ടിട്ടുള്ളതായ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉദ്ധവോപദേശോദേ, ഗീതോപദേശോദേ, കപിലോപദേശോദേ. കഥാതാൾക്കാർക്ക് വേണ്ടി മാത്രമല്ല പുരാണം അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ഗോവിന്ദഭുജഗുപ്തായാന്താരവത്യാങ്കുരുദ്വഹ അവാർത്തേത്നാരദോ ഭീഷ്ണം കൃഷ്ണോ ഭാസനലാലസ. ഗോവിന്ദനാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദ്വാരകയിലല്ലയോ പരീക്ഷിത്തേ. എപ്പോഴും നാരദൻ കൃഷ്ണഭജനത്തിന് താല്പര്യവാനായി ഇടയ്ക്കിടയ്ക്കേ വരും. അവിടെ പോയാലല്ലേ കൃഷ്ണനെ കാണുള്ളൂ, ഓരോ സ്ഥലത്ത് പോയാലല്ലേ അവിടെ ഉള്ളത് കാണുള്ളൂ. കൃഷ്ണനെ കാണുവെച്ചാൽ എന്തുണ്ടാവണം? ദ്വാരകയിൽ പോകണം. അതുകൊണ്ട് നാരദൻ കൃഷ്ണഭക്തനാണ്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എന്ത് വരും? ദ്വാരകയിൽ ഇങ്ങനെ വരിക. ഇവിടെ വരികച്ചാൽ ദ്വാരകയിൽ വന്ന് കൃഷ്ണ നാരായണ കുറിച്ച് ഇരിക്കുക, സംസാരിക്കുക, നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണം. നാരദൻ അതൊക്കെ തന്നെ ഉള്ളൂ. പറയണ കോനുരാജന്നിന്ദ്രിയവാൻ മുകുന്ദചരണം ഭുജം നഭജേ സർവതോ മൃത്യം ഉപാസ്യമവരോത്തമൈ. ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാന്റെ പാദപത്മങ്ങളെ ഇന്ദ്രിയങ്ങളുള്ള എല്ലാവരും ഭജിക്കും. മുകുന്ദചരണാംബുജം, ഭഗവത് പാദപത്മത്തെ ഭജിക്കാത്തവരായിട്ട് രാജാവേ ആരാ ഉള്ളത്? ലേശൊരു ബുദ്ധിയുള്ളവരത് ചെയ്യും. അത്രയും നമ്മുടെ ഭാഷയിൽ പറയാച്ചാൽ തറയവണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഭാഷയായിട്ടല്ല. ഇവിടേക്കൊന്നും ചിന്തിക്കാണ്ടിരുന്നാൽ അവരെ അങ്ങനെ പറയാൻ പറ്റൂ. അത്രയും മോശമായിട്ടുള്ള സംസ്കാരമുള്ളവർക്ക് കൃഷ്ണ നാരായണ എന്നൊന്നും ജപിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഈ ഭാരതത്തിൽ വന്നാൽ പാപശക്തിയുള്ളവർക്കേ പറ്റും. അല്ലാത്തവരെല്ലാം കോനുരാജന്യ ഇന്ദ്രിയവാൻ, ഇന്ദ്രിയങ്ങളും കണ്ടും മൂക്കും നാക്കൊക്കെ ഉള്ളവരെ മുകുന്ദചരണാംബുജം, ഭഗവാന്റെ പാദപത്മത്തെ ഒരിക്കലെങ്കിലും ചിന്തിക്കും, കുറച്ചെങ്കിലും നാമം ജപിക്കും. അങ്ങനെ ഈ നാരദൻ തമേകദാതു ദേവർഷേ വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. നാരദൻ ദേവർഷിയാവുക അല്ലേ? ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ളതായിട്ട് മഹർഷിയാണ് അദ്ദേഹം. അവിടെ വരുമ്പോൾ എന്താ വേണ്ടത്? അതിഥി ദേവോ ഭവ. അതിഥി മര്യാദയ്ക്കനുസരിച്ചിട്ട് അവിടെയുള്ളവരൊക്കെ സ്വീകരിച്ചു. വസുദേവരാണ് സ്വീകരിച്ചത്. ചോദിച്ചു, ഭഗവൻ ഭവതോ യാത്രാം സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോർ ഉത്തമശ്ലോകവത്മനാം. എന്ത് സുഖമാണ് കേൾക്കാമെന്നറിയും. ഇതൊക്കെ ഏകാശമൊക്കെ എന്താ വെച്ചാൽ അത്രത്തോളം കുറച്ച് നമ്മളങ്ങോട്ട് മുന്നേറി കഴിഞ്ഞാൽ അതാവും കേൾക്കാൻ സുഖം. ഭാഗവത്തിലെ ഏത് ഭാഗം അങ്ങനെ അല്ലാത്ത ഓരോ ഭാഗം കേൾക്കുമ്പോഴും തോന്നുന്നു അതന്നെ കേമട്ടു, അതന്നെ കേമം. ഉത്തമ ശ്ലോകന്മാരിൽ ഭക്തന്മാരായിട്ടുള്ള ഒരാൾക്ക് അല്ല, അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടി നന്മ ആഗ്രഹിച്ചിട്ടല്ലേ മഹർഷി അങ്ങ് ഈ ലോകത്ത് കൂടെ സഞ്ചരിക്കണത്? പല ആൾക്കാരും സ്വാർത്ഥത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സുഖം കിട്ടാൻ വേണ്ടി സഞ്ചരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഇവിടെ പറയണ ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ കിസാധൂനാം താദൃശാമച്യുതാത്മനാം. കണ്ടോ വാക്കുകൾ? ദേവചരിതം, ഈ ദേവന്മാരുടെ കാര്യം. അവിടെ ചരിതം എന്നൊക്കെ പറഞ്ഞാൽ ദേവന്മാരെ കുറിച്ചുള്ള സംഗതികളൊക്കെ ആവാം എന്നാണ്. കഥ മാത്രമല്ല.
ഇപ്പോൾ ദേവന്മാരെ നമ്മൾ സേവിക്കുമ്പോൾ അതുകൊണ്ട് ദുഃഖവും ഉണ്ടാവും, സുഖവും ഉണ്ടാവും. എങ്ങനെ ദുഃഖം ഉണ്ടാവുക? ഗണപതിയെ സേവിക്കണം, ഗണപതി ഹോമം നടത്തണം, വേണ്ടേ? അപ്പോൾ ആ ഗണപതി ഹോമത്തിൽ എന്തെങ്കിലും കുറ്റോ തെറ്റോ വന്നാൽ അതിൻ്റെ ദോഷം നമ്മൾ അനുഭവിക്കണം കാർമ്മികമായിട്ട് ചെയ്യുമ്പോൾ. ഭക്തി വിഷയത്തിൽ അങ്ങനെ നെഗറ്റീവ്സ് ഇല്ല, ഉണ്ടോ? പക്ഷേ ഒരു തേങ്ങ കെട്ടുമോ അല്ലെങ്കിൽ ഒരു രോമം വന്നു, അർച്ചിക്കണ പൂവിനൊരു ദ്വാരമോ ക്ഷതമോ വന്നു, മന്ത്രത്തിലൊരു ഏകാഗ്രത കുറഞ്ഞു, ഒരു അക്ഷരത്തെറ്റ് പറ്റി, ഈ കർമ്മം ചെയ്യുമ്പോൾ ഇതൊക്കെ പറ്റാം നമുക്ക്. അതിനാണ് അവസാനം ക്ഷമാപണം ചെയ്യണത്. അപ്പോൾ അതിൽ ദുഃഖമുണ്ട് എന്നർത്ഥം. ദേവചരിതം ദുഃഖായച സുഖായച. ചിലപ്പോൾ സുഖം ഉണ്ടാവും, നന്നായിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ചരിതാർത്ഥ്യം ഉണ്ടായാൽ ദേവചരിതത്തിൽ സുഖം ഉണ്ടാവും. ദേവചരിതം എന്ന് പറഞ്ഞാൽ ദേവരെ സംബന്ധിക്കുന്ന സംഗതികളാണ്, കഥയില്ല. കഥ എന്നുള്ളതല്ല, പല അർത്ഥമുണ്ട് ഒരു വാക്കിന്. ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും. എന്നാൽ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളിൽ നിന്ന് സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സുഖായേവഹി സാധൂനാം താദൃശമച്യുതാത്മനാം. സജ്ജനസംഘത്തിൻ്റെ കേമത്താണ് ഇവിടെ പറയണത്. ഒരു ദേവനെ പൂജിച്ചാൽ പോലും ദുഃഖം ഉണ്ടാവും എന്നാണ്. ഉണ്ടാവും എന്നല്ല, ഉണ്ടാവാം. അതിലെന്തെങ്കിലും തകരാറ് വരിക, ഒന്നുമില്ലെങ്കിൽ അവിടെ കുറച്ച് ക്ലേശമെങ്കിലും സഹിക്കണം, വേണ്ടേ? മന്ത്രം പഠിച്ച് അറിയണവരെ കൊണ്ടുവന്ന ചെലവ് ചെയ്ത വസ്തുക്കൾ സമാഹരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശ്രമകരമായ അവസ്ഥയാണ്. അപ്പോൾ ആ ക്ലേശമുണ്ട്. ഇതിനതൊന്നുമില്ല. സജ്ജനസംഘത്തിൽ അത്രയും ക്ലേശങ്ങളൊന്നുമില്ല. നല്ലത് കേൾക്കുക, അതിനുള്ളൊരു മനസ്സുണ്ടാവുക, അത്രയേ വേണ്ടൂ. അപ്പോൾ സുഖം മാത്രമേ ത്വാദൃശമച്യുതാത്മനാം. ഭഗവത് ഭക്തന്മാരുടെ കൂടെ കൂടിയാൽ സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ദുഃഖം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മറ്റതൊക്കെ ദുഃഖ സമ്മിശ്രമാവുമ്പോൾ സജ്ജനസംഘം സുഖം മാത്രം ആകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് നമുക്കിങ്ങനെ ചിന്തിച്ച് പറയണച്ചാൽ സമയം വേണം. ഇതൊന്നും സമയം കിട്ടില്ല. ഒത്താത്തിരി ഭജന്തി യഥാ ദേവാം ദേവ അഭിതദേവതാൻ ഛായേ കർമ്മസമജ കർമ്മസജീവ സാധവോ ദീനവത്സലാം. ഞാൻ അതുകൊണ്ട് എന്താണ് ചെയ്യണമെന്ന് വസുദേവർ പറയണം. ബ്രഹ്മൻ തഥാഭിപൃച്ഛാമോ ധർമാൻ ഭാഗവതാം തവ യാച്ഛത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോ ഭയാത്. എനിക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ച് തരണം എന്ന് ഞാനിത് അപേക്ഷിക്കുകയാണ്. സർവേശ്വര, ഈ ഭാഗവത ധർമ്മം കൊണ്ട് എത്രയോ ജീവന്മാർ മുക്തി നേടുന്നു, സമാധാനം നേടുന്നു. അതുകൊണ്ട് എന്താണ് ഭാഗവത ധർമ്മം എന്നൊന്ന് അങ്ങ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ സമയം വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സമയം കളയരുത്. ഭാഗവതധർമ്മത്തെ പറഞ്ഞു തരണം എന്നങ്ങനെ പറഞ്ഞേ ആ നാരദൻ ഭാഗവതധർമ്മം എന്താണ് ഭാഗവതധർമ്മം അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ശ്രുതോനുപഠിതോ ധ്യാത ആദൃതോ വാനുമോദിത സദ്യ പുനാതി സദ്ധർമ്മോ ദേവ വിശ്വത്ഭൃഹോപി. അത് വേണ്ട പോലെയൊക്കെ പറയുക, കേൾക്കുകയൊക്കെ ചെയ്താൽ സർവ്വവിധ പാപങ്ങളിൽ നിന്നും മുക്തരാവും. മനസ്സിൽ സമാധാനം ഉണ്ടായി ഹരിയുടെ ആ പ്രസാദവും സന്തോഷവും നേടി നമുക്ക് പുരുഷാർത്ഥങ്ങളെ നേടാം എന്ന് പറയണം. ഇനി ആ ഭാഗവത ധർമ്മത്തെ വിവരിക്കുകയാണ്. കുറേ പറയാനുണ്ട്. ബാക്കി മറ്റൊരു ഭാഗത്താവാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.